ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ച് അപ്ഡേറ്റ്സ് ആണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ആൻഡ് ഓൺലി മെഗാ സ്റ്റാർ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലവിൽ ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു സാഹചര്യം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും അതിനു മുമ്പ് നമുക്ക് ചെറിയ അപ്ഡേറ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങാം. ആദ്യം തന്നെ പറയാനുള്ളത് ആട് ജീവിതം. ഒരു പക്ഷേ ആ സിനിമയുടെ കഷ്ടപ്പാടിനോ ആ സിനിമയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചോ ഒരു അപ്ഡേറ്റുകളും നമുക്ക് കിട്ടിയിട്ടുമില്ല. കിട്ടിയ അപ്ഡേറ്റിൽ അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാന്നല്ലാണ്ട് പിന്നെ അത് വിട്ടുപോകുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അത് ആ സിനിമയുടെ പ്രശ്നമല്ല, നമ്മൾ ആരാധകരുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മാതിരി സിനിമകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രേമലു, ഭ്രമയുഗം, അതല്ലാണ്ട് വന്നിട്ടുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തും, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പൊ വാലിബനാണെങ്കിൽ പോലും അതിന്റെ ഹൈപ്പ് എന്തായിരുന്നു. ഇതിന്റെ ഇടയിൽ ഇത് ഒരു പക്ഷേ ചില ആളുകൾ വിട്ടുപോകുന്നതായിരിക്കാം. എന്തായാലും ആ സിനിമ മലയാള സിനിമയിൽ തന്നെ അത്രയും വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള സിനിമയായിരിക്കും. സർവൈവൽ എന്നൊക്കെ പറയുന്നതിന്റെ പീക്ക് നിൽക്കുന്ന ഒരു സാധനം ആവാനുള്ള സാധ്യതയുള്ള സിനിമയാണ്. കാരണം നമ്മൾ വായിച്ചതല്ല, എങ്ങനെ ഇവർ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ, മാജിക് ഫ്രെയിംസ്, പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഭയങ്കര രസമാണ്. എന്തായാലും നമുക്കതൊന്ന് കേട്ടുവരാം. തീർച്ചയായിട്ടും പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് വന്നിരിക്കും. ഞാൻ ആ സിനിമ നേരത്തെ കണ്ടതാണ്. കണ്ട ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഒരു 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 പറയുകയാണ്. കാരണം എനിക്ക് പൃഥ്വിരാജുമായിട്ട് വളരെ നല്ല സുഹൃത്താണ്, അടുപ്പമുണ്ട്. ഞങ്ങൾ ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. അതിന്റെ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞെന്ന് വെച്ച് എന്നോട് തന്നെ തിരിച്ച് കമന്റ് കൂടെ പറയാൻ പറ്റുമല്ലോ. ആ ഒരു അർത്ഥത്തിൽ അതിന്റെ ഒരു പൂർണ്ണ വിശ്വാസം കൊണ്ടിട്ട് പറയാണ് ദ ബെസ്റ്റ് ഫിലിം ആയിരിക്കും പൃഥ്വിരാജ്. ഞാൻ പൃഥ്വിരാജിനോട് തന്നെ ഈവൻ പറഞ്ഞു, ആക്ച്വലി ഇത്രയും നാളും നിങ്ങൾ അഭിനയിച്ച സിനിമകളെല്ലാം തിരിച്ചറിയാനായിട്ട് പറ്റും, ഇതിലാണ് നിങ്ങൾ ആദ്യമായിട്ട് അഭിനയിക്കാത്ത സിനിമ എന്ന് കഴിഞ്ഞ ദിവസത്തോടെ ഞാൻ പൃഥ്വിരാജിനോട് പറയുക. വലിയ മുതൽ മുടക്ക് വരുന്ന സിനിമയാണല്ലോ. തീർച്ചയായിട്ടും ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇത്ര വർഷത്തെ ഒരു പ്രയത്നമാണ് ആ സിനിമ. ഓക്കെ, അപ്പൊ അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. അതായത് പുള്ളി പറഞ്ഞത് അത്രയും പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമയായിരിക്കും എന്നാണ് പറഞ്ഞത്. മലയാള സിനിമയിലും ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് പറയുന്ന സിനിമയായിരിക്കും എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സിനിമ കണ്ടു എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞപ്പോൾ ഇതിന്റെ താഴെ തന്നെ കുറെ കമന്റ് വന്നിട്ടുണ്ട്, വെറുതെ ഹൈപ്പ് കൂട്ടലാന്നൊക്കെ. അപ്പോൾ ഹൈപ്പ് എന്നുള്ളതല്ല ഈ സിനിമ. തീർച്ചയായിട്ടും അതിപ്പോ ഹൈപ്പ് എന്ന് പറയുന്ന ആളുകളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇതിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഫാക്ടർ അല്ല, അതിനപ്പുറത്തേക്ക് മലയാളിയുടെ ഒരു വികാരമുണ്ട്. അതൊരു വായനക്കാരന്റെ ഒരു നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും, ഇനിയിപ്പോ എത്ര പുസ്തകങ്ങൾ അധികം വായിക്കാത്ത, എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും പുസ്തകം വായിക്കുന്നത് ഇങ്ങനത്തെ ആളാണെങ്കിൽ പോലും വായിക്കാൻ സാധ്യതയുള്ള 90% ആളുകളും, കാണുന്ന ആളുകളാണെങ്കിൽ തന്നെ അതിൽ 90% ആളുകളും വായിച്ചിരിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പുസ്തകമാണ് ഈ പറഞ്ഞ എന്താ പറയാ ആട് ജീവിതം. അത് അറിയാലോ, ഡിഗ്രിക്കൊക്കെ അത് പഠിക്കാൻ പോലും ഉണ്ട്. മലയാളം ലാംഗ്വേജിൽ എടുത്ത ആള്. ഞാൻ മലയാളം അല്ലായിരുന്നു, പക്ഷെ ഞാനത് വായിച്ചിട്ടുണ്ട്. കാരണം അത്രയും ആകാംക്ഷയോടെ വായിച്ച ആളുകളാണ്. ഇനി ഒന്നും അല്ലെങ്കിൽ അതിന്റെ പല ഭാഗങ്ങളും കേട്ടുള്ള അറിവെങ്കിലും ആളുകൾക്ക് ഉണ്ടാവും. അത്തരത്തിൽ ഫേമസ് ആയിട്ടുള്ള അത്രയും അധികം എഡീഷൻസ് വിറ്റുപോയിട്ടുള്ള ഒരു പുസ്തകം. സോ അത് ഹൈപ്പല്ല, അത് വായിച്ച ആളെന്നുള്ള രീതിയിൽ ആ ഇമോഷൻ, അത് തന്നിട്ടുള്ളൊരു ഫീൽ, ഒരു ദിവസം കൊണ്ടൊക്കെ അത് കുത്തിയിരുന്ന് അത്രയും വലിയ പുസ്തകം വായിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. സോ ആ ഒരു ഇമോഷനാണ് നമുക്ക്. അത് സിനിമയായിട്ട് വരുമ്പോൾ അതിനോട് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, ഇതൊന്ന് കാണണം, ഇത് വലിയ ഫ്രെയിമിൽ ഈ ഒരു അഭിനയിച്ച് കാണണം എന്നൊക്കെ. അങ്ങനത്തെ അപ്പൊ അതൊരു ഹൈപ്പ് എന്ന് ആരും പറയരുത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ലിസ്റ്റിൻ പറയുന്നത്. പൃഥ്വിരാജിനോട് തന്നെ പറഞ്ഞു പറഞ്ഞു, നിങ്ങൾ ഇത് അഭിനയിച്ച സിനിമകൾ തിരിച്ചറിയും. സത്യമാണ്, ഒരു ഡ്രാമാറ്റിക് കാര്യങ്ങൾ പൃഥ്വിയുടെ കുറച്ചു കാലങ്ങളായുള്ള സിനിമകൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ അഭിനയിക്കാത്ത സിനിമ എന്നാണ് പറഞ്ഞത്. അതായത് വളരെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണമല്ലോ. അത് ആ ക്യാരക്ടറായിട്ട്, അതായത് നജീബ് എന്ന് പറയുന്ന ആ കഥാപാത്രമായിട്ട് പുള്ളീനെ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണല്ലോ നമ്മൾ നിങ്ങൾ അഭിനയിച്ചിട്ടില്ല, ജീവിക്കായിരുന്നു പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ലാലേട്ടനെയും മമ്മൂക്കിനെയും പല ആളുകളും അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പൃഥ്വിരാജിനോട് അത് പറഞ്ഞു എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെറുതെ ആ സിനിമയ്ക്ക് ഹൈപ്പ് കയറ്റിയതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറെ കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. പുള്ളിയുടെ കൂടെ വേറെ കുറെ ആളുകൾ സിനിമ കണ്ടിരുന്നു, അവരും ഇതേ അഭിപ്രായമാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കും തോന്നുന്നു, അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അതിനപ്പുറത്തേക്ക് ഹൈപ്പ് കയറ്റി വെക്കാനല്ല ശ്രമിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ സിനിമ അങ്ങനെ സംഭവിക്കണം. അവരുടെ കഷ്ടപ്പാടിന് ബ്ലെസ്സിക്ക് എത്ര കഷ്ടപ്പെടുന്നു നമുക്കറിയാം. സോ അവരുടെ ആ ബുദ്ധിമുട്ടും എല്ലാത്തിനും അപ്പുറം ഒരു വായനക്കാരൻ അത് വായിച്ചപ്പോൾ കിട്ടിയ ഫീലിന്റെ ഒരു 50% അവർ തന്നാൽ തന്നെ ഭയങ്കര വിജയമായിരിക്കും. കാരണം അത്തരത്തിൽ എന്നെയൊക്കെ വളരെയധികം പിടിച്ചിരുത്തിയിട്ടുള്ളൊരു കഥയാണ്. അതിലൂടെ ഒരാൾ ശരിക്കും അങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കഥ എന്ന് പറയുന്ന ഒരു നുണയാണല്ലോ. ഒരാളൊരു നുണ എഴുതി ഉണ്ടാക്കുന്നു, അത് അഭിനയിക്കുന്നു, അങ്ങനെയല്ല. ഇത് നടന്ന കാര്യമാണ്.
സോ ഒരാൾ അത് ശരിക്കും ജീവിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സീൻ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. സോ എന്തായാലും അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്ര നല്ല സിനിമയായിരിക്കും എന്ന് പറയുന്നു. അതൊരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നു. കാരണം അത്ര നല്ല സിനിമ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി വരാനുള്ളത് മമ്മൂക്കിന്റെ 2 സിനിമകളെ കുറിച്ചാണ് പറയാനുള്ളത്. ആദ്യം ഏത് പറയണം? ആദ്യം നമുക്ക് ബസൂക്ക തന്നെ പറയാം. കാരണം ഇപ്പൊ ഭ്രമയുഗം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു, വന്നു, ഞെട്ടിച്ചു, അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വരാനുള്ള സിനിമയാണ് ടർബോ. ടർബോന്റെ പല വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അതിനിടയിൽ 1-2 ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും തന്ന് ഞെട്ടിച്ച സിനിമയാണ് ബസൂക്ക. ബസൂക്ക അവസാനഘട്ട ചിത്രീകരണം ആരംഭിച്ചു. അവസാനഘട്ടം ഗെയിം ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം ബസൂക്കയുടെ അവസാന ഘട്ട ചിത്രീകരണം കൊച്ചിയിലാണ് നടക്കുന്നത്. പ്രശസ്ത തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. ഇത് തിരക്കഥാകൃത്തല്ല ഡെന്നീസിന്റെ മകനാണ് എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. എന്തായാലും ബസൂക്ക എന്താണ് പറയുന്നത്, ഒരു ഗെയിം ത്രില്ലർ അല്ലേ? എന്തായിരിക്കും പടം? എനിക്ക് ഭയങ്കര ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ. അത് മമ്മൂട്ടി ചിത്രം എന്ന് പറഞ്ഞാലേ ആകാംക്ഷ ഒരുപാട് കൂടുതലാണ്. അപ്പോ ബസൂക്ക ഒരു ഗെയിം ത്രില്ലർ, ഒരു പുതിയ ജോണർ. എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ? അതിന് താഴെ കുറെ കമന്റ് വന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിൽ ആദ്യത്തെ കമന്റ് ഒരു കുയിന്തന്റെ കമന്റാണ്. പൊട്ടും ഒരു സംശയം വേണ്ട എന്നാണ് പുള്ളിക്കാരൻ കമന്റ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താ പറയാനുള്ളത്? അതിമോഹമാണ് മകനെ, അതിമോഹം. ലാലേട്ടൻ പറഞ്ഞ പോലെ പറയേണ്ടി വരും. അടുത്ത കമന്റ്, ഇത് എന്ത് ഭാവിച്ചാണ്? ഇത് എന്ത് ഭാവിച്ചാണ്? അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. എന്ത് ഭാവിച്ചാണ്? എന്തെങ്കിലും ഉദ്ദേശം അല്ലേ? അടുത്തത്, ബഡ്ജറ്റ് ഓവറായി ഡയറക്ടറെ മാറ്റി എന്നൊക്കെ ഒരു കരക്കമ്പി ഉണ്ടല്ലോ. ഇത് സംഭവം എയറിലുണ്ടായിരുന്നു. അതിന് ഉത്തരം ഒരാൾ കമന്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഡയറക്ടർ അല്ല, സിനിമോട്ടോഗ്രാഫർ ആണ്. പുള്ളി ഒരു തമിഴ് പടം കമ്മിറ്റ് ചെയ്തിരുന്നു. അതും ഷൂട്ട് സ്റ്റാർട്ടായി. സോ സിനിമോട്ടോഗ്രാഫർ മാറി. അതായത് ഡയറക്ടറെ മാറ്റിയെന്ന ഒരു കരക്കമ്പിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം ഇത് വന്ന് എങ്ങനെയായിരുന്നു, മമ്മൂട്ടി ചിത്രത്തിൽ നിന്നും സംവിധായകൻ പിന്മാറി. വാവ്, ഇതായിരുന്നു ഹെഡിങ്. ഇത് കുറെ ന്യൂസായിട്ടും കുറെ എന്താ പറയാ ഓൺലൈനിലൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും വന്നിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. സിനിമോട്ടോഗ്രാഫറിന് ഒരു തമിഴ് സിനിമയും കൂടി ഉണ്ടായിരുന്നു. രണ്ടും ഒരുമിച്ച് സ്റ്റാർട്ട് ആയതുകൊണ്ട് പുള്ളി മാറി. കാരണം സിനിമോട്ടോഗ്രാഫറൊക്കെ മാറിയതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം തമിഴിലാകുമ്പോൾ അറിയാലോ, പേയ്മെന്റ് അടക്കം കൂടുതലായിരിക്കും. അതൊരു വലിയ ചിത്രമായിരിക്കാം. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഒരു കമന്റ്. 2 കൊല്ലം കൊണ്ട് ഏകദേശം എല്ലാ ടൈപ്പും കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നത്. കറക്റ്റാണ്. അത് എല്ലാ ടൈപ്പ് ക്യാരക്ടറും പുള്ളി 2 കൊല്ലം കൊണ്ട് തീർക്കും എന്നാണ് തോന്നുന്നത്. എനിക്കും തോന്നുന്നുണ്ട്. കാരണം അമ്മ അതിൽ പിടിക്കണം. ഞാൻ എല്ലാ സിനിമ വീഡിയോയിലും മിക്കവാറും പറയാറുള്ളതാണ്. അതായത് കാതൽ, പുഴു, റോഷാക്ക്, മെൻപകൽ നേരത്ത് മയക്കം, ഭ്രമയുഗം, എടുത്ത അങ്ങനെ ലിസ്റ്റ് കിടക്കുകയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ടർബോ ഒരു കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ളത്, ഒരു ആക്ഷൻ കോമഡി ചിത്രം. ബസൂക്ക കണ്ടില്ലേ, ഗെയിം ത്രില്ലർ. ഇയാളിത് പിന്നെ ബസൂക്ക വരും. എത്ര ബഡ്ജറ്റ് വന്നാലും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടേ മടങ്ങും. അറിയാലോ, മമ്മൂട്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത്ര ഉള്ള അതിനെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് വേഗം അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. വീണ്ടും മമ്മൂട്ടിയാണ് വന്നിരിക്കുന്നത്. കൃഷാന്ത് ഒരുക്കുന്ന ടൈം ട്രാവൽ ചിത്രത്തിൽ മമ്മൂട്ടി. അടുത്തത് ടൈം ട്രാവൽ. വാവ്, നേരത്തെ പറഞ്ഞ ആ കമന്റാണ് ഓർമ്മ വരുന്നത്. അത് 2 കൊല്ലം കൊണ്ട് ഏകദേശം എല്ലാ തരം ജോണറും തീർക്കും എന്നാണ് തോന്നുന്നത്. ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ടൈം ട്രാവൽ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നു. ജൂലൈയിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനാണ് സാധ്യത എന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനു മുന്നേ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് പ്രധാന വേഷം ചെയ്യുന്നത്. അത് മഹേഷ് നാരായണന്റെ ചിത്രത്തിലും, അത് അടുത്ത അപ്ഡേറ്റ് ആട്ടോ, ഇതിന്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ആ ചിത്രത്തിലും പ്രധാന കഥാപാത്രം മൾട്ടി സ്റ്റാർ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ഉണ്ടാവാം, ആരൊക്കെ ഉണ്ടെന്നൊന്നും പുറത്തു വന്നിട്ടില്ല. അതിലും പ്രധാന കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ തന്നെ നോ ഡൗട്ട് പുള്ളി അതിലും കൈവച്ചിട്ടുണ്ട്. സോ അതും മേ ബി അടുത്ത ഹിറ്റ് ആയിരിക്കാം. പുള്ളി അമ്മരി പോക്കാവുന്നത്. ഇനി ഇതിന് താഴെ വന്നിരിക്കുന്ന കുറച്ച് രസകരമായ കമന്റുകളുണ്ട്. ഒന്ന്, സ്ക്രിപ്റ്റ് സെലക്ഷൻ ഓഫ് മമ്മൂക്ക, ഒരു ലവ് ചിഹ്നം, ഒരു തീ, ഒരു കൈയടി. നോ ഡൗട്ട്, അത് അത്ര തന്നെ പറയുള്ളൂ. സ്ക്രിപ്റ്റ് സെലക്ഷൻ ഈസ് അമ്മരി പരിപാടിയാണ്. ഇയാളുടെ പടം ഒക്കെ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനും ഒന്നും പറയില്ല. സത്യമാണ്, സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേണ്ട, അത് കണ്ടെന്നെ അറിയാം. കാരണം പുള്ളി അമ്മാരി ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ഇതെങ്ങോട്ടാണ് മമ്മൂക്ക? അതെ,
ഇത് എങ്ങോട്ടാണ് മമ്മൂക്ക? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നേരത്തെ ചോദിച്ചത് തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത്. ഇനി വരുന്നത് മമ്മൂക്ക തരംഗം. അപ്പൊ ഇപ്പൊ ഉള്ളതോ അതും മമ്മൂക്ക തരംഗം. ഇനി വരുന്നതും മമ്മൂക്ക തരംഗം എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ്, തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അടുത്തത് വാവ്, കണ്ണിൽ രണ്ട് ലവ് ചിഹ്നം, ഇക്ക യു ബ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. പുള്ളി ഇതൊക്കെ എന്താ അറിയാം, ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഇപ്പൊ ടൈം ട്രാവലർ, ഒരു ഗെയിം ത്രില്ലർ, ഹൊറർ, സൈക്കിക്, ഒരു മിസ്റ്ററി, സൈക്കോളജിക്കൽ ത്രില്ലർ പ്രമേയം. നൻപകൽ നേരത്ത് മയക്കം, അങ്ങനെ ഒരു പരീക്ഷണ ചിത്രം, പുഴു വില്ലനായിട്ട് വന്ന് ഞെട്ടിച്ചു. ഒന്നും പറയണ്ട, മമ്മൂട്ടി മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ. അടുത്തത്, ഈ ചെങ്ങായിയുടെ പടമൊക്കെ ഫ്ലോപ്പ് ആണെന്ന് കേട്ടല്ലോ, നല്ലതാകുമോ എന്തോ. അതായത് കൃഷ്ണാന്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പുരുഷ പ്രേതമൊക്കെ നല്ല സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് നിങ്ങൾ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ഈ കമന്റിനോട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതായത് കൃഷ്ണാന്തിന്റെ സിനിമകളൊക്കെ ഇപ്പൊ ആവാസവ്യൂഹം, പുരുഷപ്രേതം, ഇതാണ് പുള്ളിക്കാരന്റെ സിനിമ, അതൊക്കെ പൊട്ടി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആവാസവ്യൂഹം പേഴ്സണലി എന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ പുരുഷപ്രേതം നല്ല സിനിമയാണ്. അതിൽ അത്രയും വലിയ കാസ്റ്റ് ഒക്കെ വന്നിരിക്കണമെങ്കിൽ അത് കിടിലം പടമായിരുന്നു. പുള്ളി ഉണ്ടല്ലോ അതിൽ നായകനായിട്ട് ചെയ്തിരിക്കുന്ന പോലെ, പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പുള്ളി അതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രെയിംസും നല്ല ഒരു സ്ക്രിപ്റ്റിങ്ങും നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കിടിലൻ സിനിമയാണ് പുരുഷപ്രേതം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ആളുകൾ അധികം ഇല്ല എന്നുള്ളത് കൊണ്ടൊന്ന് ചവിട്ടിത്താഴ്ത്തപ്പെട്ടു, അല്ലെങ്കിൽ ഒന്ന് തഴയപ്പെട്ടു, അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാണാത്തവരുണ്ടേക്കാണ്, നല്ല സിനിമയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. ഈ കമന്റിനോട് നിങ്ങൾ അത് പുള്ളിക്കാരൻ പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ സിനിമയൊക്കെ പൊട്ടുവാണല്ലോ, ഫ്ലോപ്പ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നടൻ മമ്മൂട്ടിയാണ് നിങ്ങൾ മറക്കരുത്. അവിടെയാണ് മാറ്റം. സ്ക്രിപ്റ്റ് സെലക്ഷൻ ഓക്കെ കംപ്ലീറ്റ്. ഇനി കോൺക്രീറ്റ് ആകും. രണ്ട് ചിരി. പുള്ളി ഊക്കിയതാണോ ആക്കിയതാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇനിയിപ്പോ ഊക്കിയതാണെങ്കിൽ ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്നു. കംപ്ലീറ്റ് ഇനി കോൺക്രീറ്റ് ആകുന്ന ഉറക്കും എന്നാണ്. കംപ്ലീറ്റ് ആയി ഇനി അവിടെ കോൺക്രീറ്റ് ആകും. അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ. കാരണം ഇത്രയും ചിന്തിക്കുന്ന 5-6 സിനിമകൾ കിടിലൻ തരംഗമാണ്. പുള്ളി ഒരു മമ്മൂട്ടി തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ വീണ്ടും വരാൻ പോകുന്നതും മമ്മൂട്ടി തരംഗമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഉറക്കും എന്നുള്ളതാണ് ആ കോൺക്രീറ്റിന്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ മമ്മൂട്ടി ഇത് എങ്ങോട്ടാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മൾട്ടിസ്റ്റാർ ചിത്രത്തിലും പ്രധാന കഥാപാത്രം മമ്മൂക്കിയാണ്. അപ്പൊ മമ്മൂക്കിന്റെ ഇപ്പോ തന്നെ ഇതിപ്പോ പേര് അനൗൺസ് ചെയ്തതും അനൗൺസ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായാലും ചിലതൊക്കെ പിൻവലിച്ചു എന്ന് പറയും. ഇപ്പൊ നാദൃശായിട്ടുള്ള സിനിമയ്ക്ക് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും അതെന്തായാലും ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. നമുക്കത് കൺഫേം ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇനിയിപ്പോ തന്നെ ആലോചിച്ച് നോക്കൂ, ടെർബോ ഇത് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കൂ. ടെർബോ വരാനുള്ളത് ഒന്നും പറയാനില്ലല്ലോ, എന്താ നമുക്ക് കണ്ടറിയാം. ബസൂക്ക, അതെ ഈ മഹേഷ് നാരായണന്റെ ചിത്രം, അതിന് പേരിട്ടിട്ടില്ല. കൃഷാന്തിന്റെ ചിത്രം ടൈം ട്രാവലർ. ഈ ജോണറൊക്കെ നോക്കി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോണർ. അതായത് ഒന്ന് ഒരു അടിപ്പടമാണെങ്കിൽ, ഇടിയാണ് പ്രധാനം ഉണ്ടെങ്കിൽ, അടുത്തൊരു ഗെയിം ത്രില്ലറാണ്, അടുത്തൊരു മൾട്ടി സ്റ്റാർ, അത് ഏതാണ് ജോണർ എന്നറിയില്ല, അടുത്തത് ടൈം ട്രാവലർ ആണ്. ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ ഡിഫറൻസ് ആണ്. അത് പുതിയ 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 സാധനങ്ങൾ തേടി 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 പോവാണ്. അത്ഭുതമാണ് മമ്മൂട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളി ഇപ്പോ അങ്ങോട്ട് തുനിഞ്ഞിറങ്ങിയിട്ടാണ്. എന്റെ ടൈം ഇതാണ് മോനെ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇറങ്ങുന്നത്. എന്നിട്ട് അന്വേഷിക്കുകയാണ് ഇങ്ങനെ പുതിയത് എവിടെയാണ് സ്ക്രിപ്റ്റ്. പുതിയത് കേട്ട് കഴിഞ്ഞാൽ പുള്ളി കമ്മിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ അഭിനയം കൊണ്ട് അതിനെ അങ്ങോട്ട് ബെസ്റ്റ് ആക്കി മാറ്റുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ഈ അപ്ഡേറ്റുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ആണെന്നുള്ളതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ